بسم الله الرحمن الرحيم سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമായ വെള്ളിയാഴ്ചയുടെ ബറക്കത്ത് കൊണ്ട് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം അല്ലാഹു അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലുമാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ശേഷിക്കുന്ന പാപികളായ നമ്മുടെ ജീവിതം അവനെ ത്വാഅത്ത് ചെയ്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴിയിലായി ജീവിക്കാൻ റബ്ബ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരെല്ലാം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാം ഹലാലായ ആഗ്രഹങ്ങളെ റബ്ബ് തമ്പുരാൻ നിറവേറ്റി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആശുപത്രികളിലും വീടുകളിലുമൊക്കെയായി കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം അല്ലാഹു അവരുടെ എല്ലാ പ്രയാസത്തിൽ നിന്ന് സമാധാനവും സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഫലസ്തീനിലെയും വയനാട്ടിലെയും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ അല്ലാഹു അവർക്കെല്ലാം ഒരു നല്ല ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ചുരുങ്ങിയ സമയമാണ് നമുക്കുള്ളത്. അതിനൊത്ത ഒരു വിഷയം നിങ്ങളിലേക്ക് പറയുക എന്നുള്ളതും അത് മനസ്സിലാക്കി തരിക എന്നൊക്കെ ഉള്ളത് വലിയൊരു കാര്യമാണ്. നമുക്കൊക്കെ ഇത്രയും പ്രായമായില്ലേ. നാളെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ അമലുകളുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കും നമ്മളോട്. അപ്പോൾ അള്ളാഹുവിനോട് പറയാൻ ഔലിയാക്കളും അമ്പിയാക്കളും ഒക്കെ ചെയ്ത അമലുകൾ അത്രയും വലിപ്പമുള്ള അമലുകളൊന്നും പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. 100% ഉറപ്പാണ്. ഔലിയാക്കളും അമ്പിയാക്കന്മാരും ഒക്കെ ചെയ്തത് വലിയ വലിയ അമലുകളാണ്. നമുക്കതൊന്നുമില്ല. നമുക്ക് പിന്നെന്താണ് ലഭിതങ്ങൾ കാണിച്ചു നൽകിയത്? പ്രിയപ്പെട്ടവരെ, ഒരുപാട് ശ്രേഷ്ഠമായ അമലുകളെ പറ്റി ലഭിതങ്ങൾ നമ്മോട് പഠിപ്പിച്ചു നൽകി. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, എന്റെ വിഷയത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയുടെ ബറക്കത്ത്, വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത, വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ വന്നാലുള്ള പ്രതിഫലങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മെ ഇത് തിരുത്താൻ, നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ ഒരു പള്ളിയിലെ ഇമാമിന് കഴിഞ്ഞില്ല എങ്കിൽ മറ്റാർക്കും കഴിയില്ല. ദീനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കയറി അവരെ മാറ്റമുണ്ടാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സ്വന്തം തോന്നണം, എനിക്കൊന്ന് മാറ്റം ഉണ്ടാവണം. എന്റെ ജീവിതത്തിൽ നാളെ ആഖിറത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ മുന്നിലേക്ക് വെക്കാനുള്ള അമലുകൾ എന്റെ കയ്യിൽ കാണണമെന്നുള്ള ബോധ്യം സ്വന്തമായി ഉണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോഴും നിങ്ങളാണ് ഈ പള്ളിയിൽ കൂടുതലായി വരുന്നത്, എന്റെ മുന്നിലിരിക്കുന്ന ആളുകൾ. അപ്പൊ കുറച്ചു നേരത്തെ ജുമയ്ക്കൊക്കെ വന്ന് നേരത്തെ കയറിയിരുന്നാൽ അള്ളാഹു സവാബ് എഴുതുള്ളൂ. അതിന്റെ പേരിൽ നാളെ ഖബറിലെ ശിക്ഷവും അള്ളാഹു നൽകുകയല്ല. അള്ളാഹു പ്രതിഫലമേ നാളെ ഖബറിൽ നൽകൂ. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസമാണെന്ന് നമുക്കറിയാം. എന്റെ മുന്നിലിരിക്കുന്ന ആരും അന്ധബുദ്ധികളല്ലല്ലോ. എല്ലാവർക്കും അറിയാം, വ്യാഴാഴ്ച കഴിഞ്ഞാൽ അസ്തമയത്തോടുകൂടി വെള്ളിയാഴ്ചയാകും. സൂറത്തുൽ കഹ്ഫ് ഓതണം. ജുമുഅ ദിവസമാണ്. ഖുതുബ ശ്രവിക്കണം. ഉസ്താദിന്റെ പ്രസംഗമുണ്ട്. എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ അമലുകൾ ചെയ്യാൻ നമുക്ക് ഒരുപാട് നമ്മുടെ റെക്കോർഡിലേക്ക് ഒരുപാട് അമലുകൾ രേഖപ്പെടുത്തുന്ന ദിവസമാണ് എന്നൊക്കെ നമുക്കറിയാം. ചെറിയ കുട്ടികളല്ലല്ലോ നമ്മൾ. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും മരണപ്പെട്ടു പോകാമെന്ന ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ തനിയെ നേരത്തെ നിങ്ങൾ വെള്ളിയാഴ്ച വരും. നമുക്കറിയാമല്ലോ, ഏത് സമയത്ത് മരണപ്പെട്ടു പോകാം, എവിടെ വെച്ച് വേണമെങ്കിലും മരണപ്പെട്ടു പോകാം. അപ്പൊ നേരത്തെ ഈ പള്ളിയിലേക്ക് വരുന്ന സുദിനത്തിൽ കയറിയിരുന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ റൂഹിനെ പിടിക്കുന്നതെങ്കിൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരല്ല പ്രിയപ്പെട്ടവരെ. വെള്ളിയാഴ്ചയിൽ
ലോകം അവസാനിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ജീവജാലങ്ങളും അത് ഭയക്കുന്നുണ്ട്. ഒരു സൃഷ്ടി ഒഴികെ, ആ സൃഷ്ടിയാണ് നമ്മൾ ഓരോരുത്തരും. മനുഷ്യൻ എന്നത്, മനുഷ്യകുലം എന്നത് അവരോട് ഉണർത്തിയിട്ടും അവർ വിശ്വസിക്കുന്നില്ല. വെള്ളിയാഴ്ചയിൽ ഖിയാമത്ത് നാൾ നടക്കുമോ എന്ന് ഭയപ്പാടോടുകൂടിയാണ് മറ്റുള്ള ജീവജാലങ്ങൾ, വൃക്ഷങ്ങൾ, അതുപോലെ ജീവജാലങ്ങൾ, പക്ഷികൾ, മൃഗാദികളൊക്കെ ഭയന്നാണ് വെള്ളിയാഴ്ച കഴിയുന്നത്. എന്താ? ഖിയാമത്ത് നാളെ സംഭവിക്കും. കാരണം കളവ് പറയാത്ത ഒരു നേതാവ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉണർത്തിയിട്ടുണ്ടല്ലോ. അള്ളാഹു അതുകൊണ്ട് അമലുകളിലേക്ക് മുന്നേറാൻ ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് ഈ വാക്കെങ്കിലും ഒന്ന് കാര്യമായിട്ട് എടുക്കുക. കുറച്ച് നേരത്തെയൊക്കെ ഇൻഷാ അല്ലാഹ് പള്ളിയിലേക്ക് വരാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച ദിവസമെങ്കിലും, വെള്ളിയാഴ്ച ആണല്ലോ ദിവസങ്ങളുടെ നേതാവ്. അതുകൊണ്ട് എന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി നിങ്ങൾ വരണ്ട, അങ്ങനെയുള്ള നിയമത്തോടു കൂടി വരണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ റിക്കാർഡിലേക്ക് നന്മകൾ രേഖപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി, മലക്കുകൾ ഇരിക്കുന്ന പള്ളിയാണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നേരത്തെ വരിക. ഇത്രയും അടുത്തന്നെ എല്ലാവരുടെയും വീട്. വെള്ളിയാഴ്ച ആരും പണിക്കൊന്നും പോകാറില്ല, അങ്ങനെ കൂടുതലായും അങ്ങനെ പോകാറില്ല എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഇതെങ്കിലും ഒന്ന് മുഖമിനൊക്കെ എടുത്ത് അടുത്ത ആഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് കുറച്ച് നേരത്തെ വന്നാൽ എനിക്ക് കുറച്ച് നേരത്തെ പ്രസംഗവും തുടങ്ങാം. പറയുന്ന കാര്യം പൂർണ്ണമാക്കി പറയുകയും ചെയ്യാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്നത് ഈ കാലഘട്ടത്തിൽ അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ കൂടുതലുള്ള ഒരു കാലഘട്ടമാണ്. ആ വിഷയത്തെ എല്ലാവരും അവഗണിച്ച് തള്ളി അതിനെതിരായി ഒരുപാട് സംഘടനകൾ, ഒരുപാട് നേതാക്കന്മാർ അതിനെതിരെ ഇങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സംഘടനകളും രൂപീകരിക്കുകയാണ്. ജനറൽ ന്യൂട്രാലിറ്റി, അതുപോലെ LGBT, അതുപോലുള്ള കുറേയേറെ സംഘടനകൾ. നിങ്ങൾക്ക് ഈ പേര് പറയുമ്പോൾ ചിലപ്പോൾ അറിയണമെന്നില്ല. എന്തൊക്കെ സംഘടനകളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായി വരുന്നത് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ നമ്മുടെ ജോലിയുമായും നമ്മളൊരു പള്ളിയുമായും ഇങ്ങനെ ഒതുങ്ങിക്കൂടേണ്ടവരല്ല മുസ്ലിമീങ്ങൾ. എല്ലാ വിഷയങ്ങളിലും അഗാധ പാണ്ഡിത്യം ഉണ്ടാകേണ്ടവരാണ്. അതിനുള്ള അവസരങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോ വഴിയിലൂടെയും ഓരോ സാങ്കേതികമായ മാർഗങ്ങളിലൂടെയും നമ്മുടെ മുന്നിലുണ്ട്. ഒന്നില്ലെങ്കിൽ വീട്ടിൽ TV കാണും. ആ TV നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. പ്രിയപ്പെട്ടവരെ, TV മേടിക്കുന്നത് ഒരു തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. അതിൽ നന്മയുണ്ട്. നമുക്ക് ലോകകാര്യം അറിയണമെങ്കിൽ, നമുക്ക് സമൂഹത്തിനെ പറ്റി അറിയണമെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള മാർഗം ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ്. നമ്മളിപ്പോ ഫലസ്തീനിലെ കാര്യം അറിയുന്നത് ഒരാൾ വന്ന് പറയുന്നതല്ലല്ലോ, നമ്മൾ നേരിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതാണ്. വയനാട്ടിലെ ദുരിതം നടന്നു, നമ്മളോട് ഒരാളൊന്നും പറഞ്ഞതല്ല. ഇങ്ങനെ അവിടെ ഉരുളുപൊട്ടി നമ്മൾ കാണുകയാണ് ദൃശ്യങ്ങളിലൂടെ. കാരണം സോഷ്യൽ മീഡിയ എന്നത് ഒരു വലിയ ഒരു പ്രതിഭാസമാണ് ഈ കാലഘട്ടത്തിൽ. അങ്ങനെയുള്ള കുറേയേറെ സംഘടനകള് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി ഓരോ നന്മകളെയും ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ LGBT എന്ന് പറയുന്നത് ഒരുതരം സംഘടനയാണ്. ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ഒരുതരം വൈകാരികതയാണ്. പ്രിയപ്പെട്ടവർ, അതിലേക്കെല്ലാം പോകുവാൻ വേണ്ടി ഇന്ന് വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത് കുടുംബബന്ധം എന്നതാണ്. കുടുംബബന്ധം എന്ന മഹത്തരമായ വൈകാരിക ഭാവങ്ങളുള്ള സ്നേഹം, കാരുണ്യം, ചേർത്ത് നിർത്തൽ, ഇതുപോലുള്ള കുറേയേറെ ഭാവങ്ങളുള്ള അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം വളരെ മഹത്തരമായി കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുടുംബം എന്നത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. നിങ്ങൾക്കെല്ലാം സുപരിചിതമായ സൂറത്തിലെ ഒരു ആയത്താണ്. ഏത് ചെറിയ കുട്ടിക്കും ചിലപ്പോൾ അതറിയാമായിരിക്കും. കാരണം സൂറത്തു യാസീൻ ഖുർആനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തു യാസീൻ. ആ യാസീനിലെ 36-ാമത്തെ വചനമാണ് ഞാനിപ്പോ ഓതി വെച്ചത്. ഇതിന്റെ അർത്ഥം എന്താ?
നമ്മൾ എപ്പോഴും ഓതുന്നവരാണ്. ഇതിന്റെ ഒന്നും അർത്ഥം നമ്മൾ പഠിക്കാൻ പോവുകയില്ല. അള്ളാഹു ഈ ആയത്തിലൂടെയൊക്കെ മുഅ്മിനീങ്ങളോട് അഭിസംബോധന ചെയ്ത് പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു മരണത്തിന് പോയി വെറുതെ ഇങ്ങനെ അടിച്ചു വിട്ടതുപോലെ ഓതുകയാണ്. ഇതിന്റെ ഒന്നും അർത്ഥം പോലും മനസ്സിലാക്കുന്നില്ല. അള്ളാഹു നമ്മോട് സമ്മതിക്കുകയാണ്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ. അല്ലാഹു എത്ര പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. അല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ. അല്ലാഹു സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും അല്ലാഹു ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുകയാണ്. കാലഘട്ടം നമുക്കറിയാം. ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത, ബന്ധങ്ങളെ കീറിമുറിക്കുന്ന ഓരോ കാര്യങ്ങളുമാണ് ഈ വർത്തമാന കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇണക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന കാലഘട്ടം. ആരോടും മയമില്ല, ഇണക്കമില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സൂറത്തു യാസീൻ അവതരിക്കുമ്പോൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, എല്ലാ വസ്തുക്കൾക്കും അല്ലാഹു ഇണകളെ നിർമ്മിച്ചിരിക്കുകയാണ്. അത് മനുഷ്യർക്ക് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അത് മരങ്ങൾക്കുണ്ട്, അത് ജീവജാലങ്ങൾക്കുണ്ട്, ആകാശത്തിന് പോലുമുണ്ട്. ആകാശത്തിന്റെ ഇണയാരെന്നറിയുമോ? ആദരവായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആകാശത്തിന്റെ ഇണ എന്നത് ഭൂമിയാണ്. ഭൂമിയിലേക്ക് ആകാശത്തിന്റെ മഴ വീഴുമ്പോ, സമായിൽ നിന്ന് മത്തർ എന്ന മഴ വീഴുമ്പോ അത് ബീജത്തുള്ളിയാണ്. ആ ബീജത്തുള്ളി മാതാവിന്റെ മാരടമായ ഭൂമിയിലേക്ക് വന്ന് പതിക്കുമ്പോ അവയിൽ നിന്നുണ്ടാകുന്ന വിത്തുകള് അത് സസ്യങ്ങളായി വളർന്നു വരികയാണ്. അതാണ് ഭൂമിയുടെയും ആകാശത്തിന്റെയും കുഞ്ഞുങ്ങൾ. ഇങ്ങനെ ഓരോ വസ്തുക്കളെയും അല്ലാഹു ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് സൂറത്തു യാസീനിലെ സുപരിചിതമായ ഒരു ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു അവിടെ കൊണ്ട് നിർത്തിയില്ല. വമിൻ അൻഫുസിഹിം, നിങ്ങളെയും ഇണകളാക്കിയിരിക്കുന്നു. നിക്കാഹ് എന്ന പുണ്യ കർമ്മത്തെ പറ്റി നമുക്കറിയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബ്രഹ്മചര്യം എന്നത് അള്ളാഹുവിന്റെ റസൂല് നിരോധിച്ച ഒരു കാര്യമാണ്. ബ്രഹ്മചര്യം ഇസ്ലാമിൽ പാടില്ല. ബ്രഹ്മചാരിയാകാൻ അവൻ ഒരു സ്ത്രീയുടെ തുണയില്ലാതെ വെറുതെ ജീവിച്ചു പോകുന്നത് സുന്നത്തിനെതിരാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ആണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം മരണശയ്യയില് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുമ്പോൾ സ്വഹാബാക്കളെ വിളിച്ച് എന്തോ പറയുന്നു. സ്വഹാബാക്കൾ ആ ചുണ്ടിലേക്കൊന്ന് ചെവി അടുപ്പിച്ചപ്പോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, മരണശയ്യയിലാണെന്ന് ഓർക്കണം. അദ്ദേഹം പറയുകയാണ്, എനിക്കൊരു വിവാഹം കഴിക്കണം. അപ്പൊ ആളുകൾ ഓർത്തു, ഇതെന്താ ഇങ്ങനെ ഈ മനുഷ്യൻ പറയുന്നത്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ആണെന്നാണ് എന്റെ സംശയം. നീ അല്ലെങ്കിൽ അല്ലാഹു പുറത്തു തരട്ടെ. വീണ്ടും എനിക്ക് ഓർമ്മ വന്നാൽ അടുത്ത ചുമയിൽ ഇൻഷാ അല്ലാഹ് പേര് സൂചിപ്പിക്കാം. അപ്പൊ അദ്ദേഹം മരണശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് വിവാഹം കഴിക്കണം. എന്തേ കാരണമെന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോ അദ്ദേഹം പറയുകയാണ്, നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തില്ലാതെ പോവാൻ ഞാൻ ഭയപ്പെടുന്നു. റസൂലുള്ളാഹിയുടെ സുന്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് നിക്കാഹ് എന്നത്. ഒരിണയെ ചേർത്ത് പിടിക്കുക. ഒരു പുരുഷൻ അവൻ പുരുഷന്റെ ഗണത്തിലേക്ക് പെടണമെങ്കിൽ ഒരു സ്ത്രീയുടെ ഗുണ അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവരെ. ഇതിനെപ്പറ്റിയെല്ലാം വിശാലമായി അതിവിശാലമായാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് സൂറത്ത് യാസീനിലെ 36-ാമത്തെ വചനം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, ഓരോ വസ്തുക്കളെയും അല്ലാഹു ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. വമിൻ അൻഫുസിഹിം, മനുഷ്യകുലത്തെയും. എന്തിനു വേണ്ടിയാണ്? വമിമ്മാ ലാ യഅലമൂൻ, നിങ്ങൾ അറിയാത്ത പലതിനെയും, നമുക്കറിയാത്ത കുറേയേറെ സൃഷ്ടികൾ ഈ ദുനിയാവിലുള്ളപ്പോ പ്രിയപ്പെട്ടവരെ അതിനെല്ലാം അല്ലാഹു ഇണകളാക്കിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇണകളാക്കുന്നത്? പരസ്പരം സ്നേഹം കൊടുക്കാൻ, പരസ്പരം കാരുണ്യമുണ്ടാവാൻ, പരസ്പരം ചേർത്ത് പിടിക്കലുകൾ ഉണ്ടാവാൻ.
ലോകത്തിലെ ഐക്യം നിലനിർത്താനാണ് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ, ഇണക്കത്തിലൂടെ ഒരു കുടുംബമെന്ന ഒരു വൈകാരിക ഭാവങ്ങളുള്ള വളരെ ഉൽപാദനം നിറയുന്ന ഒരു ഘടകം ഉണ്ടാക്കി അള്ളാഹു മാറ്റിയത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം നമുക്കറിയാം, അള്ളാഹുവിന്റെ റസൂല് 1400 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞത്. ഇന്ന് ഞാനൊരു ഹദീസ് വായിച്ചപ്പോ വളരെയേറെ എന്നെ അത്ഭുതപ്പെടുത്തി. നമുക്കറിയാം, ഈ കാലഘട്ടം സ്വവർഗരതി, പുരുഷനെ മതിയാക്കുന്ന ഒരു കാലഘട്ടമാണ്. ഗേ സമ്പ്രദായം, ജെൻഡർ ന്യൂട്രാലിറ്റി പ്രിയപ്പെട്ടവരെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നമ്മുടെ മക്കൾക്കൊക്കെ അതിലേക്ക് പോകുമോ എന്ന് പോലും മാതാപിതാക്കൾ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം. ഈ അടുത്ത് സുപ്രീം കോടതിയിലെ ജസ്റ്റിസായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു സത്യവാങ്മൂലം തന്റെ മേൽഘടകത്തിന് നൽകുമ്പോൾ അതിൽ എഴുതി വെക്കുന്നത് ഗേ സമ്പ്രദായത്തിലൂടെയാണ് HIV എന്ന് പറയുന്ന ഒരു വലിയൊരു വൈറസ് പുറപ്പെടുന്നത്. സ്വവർഗരതിയിലൂടെയാണ്, അവരുടെ തുടയുടെ ഭാഗങ്ങളിലൂടെയാണ് ഇതുപോലുള്ള രോഗങ്ങൾ പിടിപെടുന്നത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് HIV വൈറസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുകയില്ല. എയ്ഡ്സ് എന്ന രോഗം പിടിപെടുന്നത് ഇതുപോലുള്ള സ്വവർഗരതി നടത്തുന്ന ആളുകളുടെ ഇടയിലൂടെയാണെന്ന് ഈ കാലഘട്ടത്തിലെ ഓരോ ശാസ്ത്രജ്ഞന്മാരും ഓരോ ഡോക്ടർമാരും നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദ്യാലയം പോലും കണ്ടിട്ടില്ലാത്ത ലോകത്തിന്റെ നേതാവ്, 6-ാം നൂറ്റാണ്ടിനെ എല്ലാവരും കുറ്റം പറയുമല്ലോ, 6-ാം നൂറ്റാണ്ടിലെ വചനങ്ങളെ മായ്ച്ചു കളയാൻ ആകുന്ന വിധത്തിൽ ഒരു സമ്പ്രദായവും ഈ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് ശേഷമോ വരാനില്ല. അത്രത്തോളം ഓരോ കാര്യങ്ങളെ പറ്റി വിശദീകരിച്ച, നഖം വെട്ടുന്നത് മുതൽ നാട് ഭരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി ഉമ്മത്തിന് പഠിപ്പിച്ചു നൽകിയ ഒരു നേതാവിന്റെ വചനങ്ങളെക്കാൾ വലുതായി ഒന്നും ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഗേ സമ്പ്രദായത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് 5 കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ഈ 5 കാര്യങ്ങൾ എന്റെ ഉമ്മത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ വന്നാൽ അവർക്ക് സർവനാശവും ഉണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5-ാമത്തെ കാര്യം, അതിൽ പറയുന്ന 5-ാമത്തെ കാര്യമാണ് നമ്മുടെ വിഷയം. കുടുംബങ്ങൾക്ക് വില കൊടുക്കാത്ത ഒരു കാലഘട്ടം, കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കാത്ത കുടുംബബന്ധത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതിനു മുമ്പ് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബിതങ്ങൾ പറയുക, ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം വന്നാൽ അവർക്ക് സർവനാശവും സംഭവിക്കും. അവരിലേക്ക് അവർ അറിയാത്ത രോഗങ്ങൾ വരും, അവരിലേക്ക് ഉരുൾപൊട്ടലുകൾ വരും, അവരെ നശിപ്പിച്ചു കളയാൻ പാടുന്ന രീതിയിൽ അള്ളാഹു അദാബുകളെ ഇറക്കും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ 5 കാര്യങ്ങളിൽ 5-ാമത്തേതാണ് നമ്മുടെ വിഷയം. പറഞ്ഞു വരുമ്പോൾ 5 സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഒന്നാമതായി നബിതങ്ങൾ പറഞ്ഞത് ഒന്നാമതായി നബിതങ്ങൾ 5 കാര്യങ്ങൾ നിങ്ങൾ ഒരു ഉമ്മത്തിൽ വന്നാൽ ആ സമൂഹത്തിന് സർവനാശവും ഉണ്ടെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒന്നാമതായി നബിതങ്ങൾ പറഞ്ഞത് ശരീബുൽ ഖംർ, ആ സമുദായത്തിന് അല്ലെങ്കിൽ ആ ഉമ്മത്തില് കള്ളുകുടി എന്ന് പറയുന്ന ഹീനമായ പ്രവൃത്തി വന്നാൽ ആ സമൂഹത്തിന് സർവനാശമുണ്ടെന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി നബിതങ്ങൾ പറഞ്ഞത് ഇദാ ലഹറ ഫീഹിം അത്തലാഉൻ, നമുക്കറിയാം കുഞ്ഞു മക്കളെ വരെ ശപിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരാള് നടന്നു പോകുമ്പോ ഒരു മനുഷ്യന് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തി അവിടെ നടന്നാൽ ഇതിന്റെ ഒടുക്കത്തെ പോക്ക് എന്ന് പറയുന്ന പ്രാക്ക് അധികരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. നബിതങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, അങ്ങനെ പ്രാക്ക്, അങ്ങനെ ശാപവാക്കുകൾ അധികരിക്കുന്ന ഒരു സമയം വന്നാൽ അവർക്ക് സർവനാശമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി നബിതങ്ങൾ പറഞ്ഞത് വലബിസുൽ ഹരീർ, പട്ടുവസ്ത്രങ്ങളെ ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വന്നാൽ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികളുള്ള കാലഘട്ടമാണ്. അവരെന്തെന്നില്ലാത്ത ആവേശത്തിലാണ് അവർക്ക് അധികാരം ലഭിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഹരീർ എന്നതുകൊണ്ട് ഉദ്ദേശം പട്ടുവസ്ത്രങ്ങൾ ധരിക്കുന്നവരെന്നാണ്. എല്ലാവരും കാണാൻ അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന ആളുകളുള്ളപ്പോ അങ്ങനെയുള്ള ഒരു സമൂഹം നിങ്ങളിലേക്ക് വന്നാൽ സർവനാശമാണ് അവർക്ക്. നബിതങ്ങൾ പറയുകയാണ്. തീർന്നില്ല, നാലാമത്തത് വലബിസുൽ ഖനായാത്ത്, അതായത്
നമ്മളിലേക്ക് കൂടുതലായ വാദ്യോപകരണങ്ങൾ, ഒരുപാട് മിസ്മാറു ശയാത്തീൻ എന്നാണ് പറയുന്നത്, ശൈത്വാനിന്റെ വാദ്യോപകരണങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നാൽ, ഒരുപാട് മോശമായ പ്രവൃത്തികൾ പറഞ്ഞ് പാടുന്ന സ്ത്രീകൾ നമ്മളിലേക്ക് കടന്നു വന്നാൽ, അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, DJ പാർട്ടികളൊക്കെ നമ്മൾ റോഡിൽ നബിദിനത്തിന് പോലും കാണുന്നു എന്നൊരവസ്ഥ പരിതാപകരമായി വരുമ്പോ, പച്ച ലൈറ്റിട്ട് നബിദിനത്തിന് DJ ഇട്ട് തുള്ളുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. സർവനാശമെന്നാണ് ലോകത്തിലെ നേതാവ് പറഞ്ഞത്. അല്ലാഹു കാക്കുമാറാകട്ടെ. അഞ്ചാമതായി നബിതങ്ങൾ പറഞ്ഞത്, കുടുംബ ബന്ധത്തിന് വില കൊടുക്കാത്ത ഈ കാലഘട്ടത്തിൽ നബിതങ്ങൾ ദീർഘവീക്ഷണത്തോടുകൂടി പറയുമ്പോ നബിതങ്ങൾ പറയുകയാണ്, അഞ്ചാമതൊരു സമയം, അഞ്ചാമതൊരു കാര്യം നിങ്ങളിൽ വന്നാൽ അവർക്ക് സർവനാശമാണ്. ഒരു പുരുഷന് മറ്റൊരു പുരുഷൻ മതിയാകുന്ന ഒരു സമയം വന്നു കഴിഞ്ഞാൽ, മതിയാകുന്ന ഒരു സമയമല്ല ഇത്. LGBT എന്ന് പറയുന്ന സംഘടന, ലെസ്ബിയൻ, അതുപോലെ ഗേ, അതുപോലെ കുറേയേറെ സമ്പ്രദായങ്ങളാണ് വരുന്നത്. ട്രാൻസ്ജെൻഡർ, അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ സമൂഹത്തിലോട്ട് കടന്നു വരുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ വളരെയേറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുടുംബബന്ധത്തിന് വില കൊടുക്കുന്നില്ല. നബിതങ്ങൾ പറയുന്നത് നോക്കണം, പുരുഷൻ മതിയാകുന്ന ഒരു കാലഘട്ടം വന്നാൽ, ഒരു സ്ത്രീക്ക് മതിയാകുന്ന കാലഘട്ടം വന്നാൽ സർവനാശമാണെന്ന് ലോകത്തിലെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിക്കാഹുകളൊക്കെ ഇപ്പൊ നടക്കുന്നത് എങ്ങനെയാ? സമ്പാദ്യത്തിന് വേണ്ടിയും സൗന്ദര്യത്തിന് വേണ്ടിയും മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ദീൻ നോക്കുന്നില്ലല്ലോ ഇപ്പൊ ആരും. ആ നിക്കാഹിന്റെ സദസ്സിൽ എല്ലാവരും പോയിരിക്കും. നിങ്ങളൊക്കെ ഒരുപാട് നിക്കാഹിന്റെ സദസ്സുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരായിരിക്കും. അവിടെ പറയുന്നത് മുഴുവൻ കുടുംബ ബന്ധത്തിന്റെ മഹിമ മാത്രമാണ്. അവിടെ പറയുന്ന ചരിത്രം കൂടുതലായും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് മാത്രമായിരിക്കും. കാരണം ദീനിന് ഇത്രയേറെ പ്രാമുഖ്യം നൽകിയ ഒരു കുടുംബത്തിനെ പറ്റിയാണ് അവിടെ മഹിമ പറഞ്ഞുകൊണ്ട് ആ വന്നിരിക്കുന്ന ആ പുതുമാരനും തന്റെ അമ്മായിയപ്പനും അമ്മോശനും പറഞ്ഞു കൊടുക്കുന്നത്. മകൾക്ക് പോയി പറഞ്ഞു കൊടുക്കാൻ എന്താണ് കുട്ടുമയിൽ ഓതുന്നത്? നബിതങ്ങളുടെ ഹദീസ് 4 കാര്യങ്ങളെ അടിസ്ഥാനമാക്കി നിക്കാഹുകൾ നടക്കും. ഒന്ന് സമ്പാദ്യത്തിന് പരിഗണിക്കും, വലി ജമാലിഹ, രണ്ടവളുടെ സൗന്ദര്യത്തിന് പരിഗണിക്കും, വലി ഹസമിഹ, മൂന്നാമതായി കുടുംബ മഹിമ പരിഗണിക്കും. ഇതൊന്നുമല്ല നിങ്ങൾ പരിഗണിക്കേണ്ടത് കേട്ടോ. നബിതങ്ങൾ പറയുകയാണ്, കുടുംബ ബന്ധത്തിൽ ഇളക്കം ഉണ്ടാകണമെങ്കിൽ കാട്ടുകൊള്ളക്കാരനാണ് ഗസാലി ഇമാം സമ്പാദ്യത്തിന് പ്രാമുഖ്യം നൽകി നിക്കാഹ് ചെയ്യുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞത്. സൗന്ദര്യത്തിനെയും അതുപോലെ സമ്പാദ്യത്തിനെയും പ്രാമുഖ്യം നൽകി വിവാഹം കഴിക്കുന്ന ആളിനെ പറ്റി ലോകത്തിന്റെ വലിയൊരു ഇമാം ഗസാലി എന്ന ഇമാം കാട്ടുകൊള്ളക്കാരൻ, ഇളിപ്യനായ വാക്കല്ലേ, നബിതങ്ങളുടെ ഹദീസിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. ചുമ്മാ പറഞ്ഞതല്ല ഒരു ഇമാം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാലാമതായി നബിതങ്ങൾ പറഞ്ഞത് അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണ്ടത്. അതുണ്ടെങ്കിലേ നമ്മുടെ മക്കളെ നാളെ ഹിസാബിന്റെ വേളയിൽ എന്റെ വാപ്പാനെ എന്റെ മുന്നിൽ ഇട്ടുക, സിറാത്തിന്റെ പാലത്തിൽ ഞാൻ ചവിട്ടിക്കൊണ്ട് പോകട്ടെ എന്ന് പറയുന്ന ഒരവസ്ഥ അള്ളാഹു നൽകും. ദീനിനെ പ്രാമുഖ്യമായി കൊടുത്തില്ല എങ്കിൽ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പരമ്പരകളെയും നമ്മുടെ സമൂഹത്തെയും ഒക്കെ ഇതുപോലുള്ള വിപത്തുകളിൽ നിന്ന്, കുടുംബബന്ധത്തിന് വില കൊടുക്കാത്ത വിപത്തുകളിൽ നിന്ന് അള്ളാഹു കാക്കുമാറാകട്ടെ. നബിതങ്ങളുടെ ഉമ്മത്തിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്ന, നബിതങ്ങളെ ഇത്തിബാഅ് ചെയ്യുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.